ചാത്തന്നൂർ ഉളിയനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം. സ്കൂളിലെ ക്ലാസ് മുറികളും ശുചിമുറികളും നശിപ്പിച്ച അക്രമികൾ വ്യാപകമായ നാശനഷ്ടമാണ് വരുത്തിയത്. 2 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ 2 ക്ലാസ് റൂമിലെ ജനൽ ചില്ലകൾ അടിച്ചു തകർത്തു. മഴവെള്ളം പോകാനായി ഉപയോഗിച്ചിരുന്ന പൈപ്പ് ലൈനുകൾ പൊട്ടിച്ചു. ആൺകുട്ടികളുടെ ശുചിമുറിയുടെ 8 ക്ലോസറ്റുകളും വാഷ് ബേസിനും തല്ലി തകർത്തു. ക്ലാസ് മുറികളിലെ ബെഞ്ചുകളും ഡെസ്കുകളും കസേരകളും തകർത്ത അക്രമികൾ മേച്ചിൽപ്പുറത്തെ ഓടുകളും എറിഞ്ഞുടച്ചു. ഇനി പൊതുമുതലുകൾ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുതെന്നും അക്രമികളെ പിടികൂടി തക്കതായ ശിക്ഷ നൽകണമെന്നും സ്കൂളിലെ HM ജയകുമാരി S പറഞ്ഞു. 23-ാം തീയതി രാവിലെ ഒരു 9 മണിയായപ്പോൾ ഈ കെട്ടിട റെനോവേഷൻ്റെ ജോലിക്കാരാണ് എനിക്ക് ഫോൺ ചെയ്തത്. ഇങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ ഗ്ലാസും ജനലും എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നെന്ന്. ഇത് ജില്ലാ പഞ്ചായത്ത് തന്ന കെട്ടിടമാണ്. കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ അതിൻ്റെ 5 ഗ്ലാസ്സുകളും അടിച്ചു പൊട്ടിച്ച്, അതുപോലെ തന്നെ ഇവിടുത്തെ അങ്ങനെ ഞാൻ PTA പ്രസിഡൻറ്റ് വിവരം അറിയിച്ചു. PTA പ്രസിഡൻറ്റും ഞാനും കൂടെ 9:30 ആയപ്പോൾ സ്കൂളിൽ വന്നു. സ്കൂളിൽ വന്ന് അവസാനം നോക്കിയപ്പോഴാണ് ഇവിടെയുള്ള ടോയ്ലറ്റിൻ്റെ, അതായത് ജെൻസിൻ്റെ ടോയ്ലറ്റ് ഉണ്ട്, അതിനകത്തുള്ള യൂറിനൽസ് എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. വാഷ് ബേസിൻ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ടോയ്ലറ്റിൻ്റെ പിന്നെ ഫ്ലഷ് ടാങ്ക്, അതുപോലെ തന്നെ ഒരു ക്ലോസറ്റ്, ഇതെല്ലാം അടിച്ച് നശിപ്പിച്ചു. അതുകൂടാതെ ഈ ഇതിനകത്തുള്ള ഒരു ക്ലാസ് റൂമിൽ കിടന്ന കസേരയും ഒക്കെ നശിപ്പിക്കുകയുണ്ടായി. ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം നാശനഷ്ടങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വിരോധമോ അല്ലെങ്കിൽ PTA തമ്മിലുള്ള പ്രശ്നമോ കുട്ടികളോ പാരൻസോ തമ്മിലുള്ള പ്രശ്നമോ ഒന്നുമില്ലാതെ വളരെ സ്മൂത്ത് ഫങ്ഷനിങ് നടത്തുന്ന ഒരു സ്കൂളാണ്. സാധാരണക്കാരിലും താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂള്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളിൽ വളരെ കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്കൂളിലെ ഈ നശീകരണം നടത്തിയത് വളരെ വിഷമകരമാണ്. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വന്ന് അതിൻ്റെ FIR എല്ലാം തയ്യാറാക്കി പോയി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും വിദ്യാഭ്യാസ തലവനായ DD ലാൽ സാറിനെയും ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വൈസ് പ്രസിഡൻ്റൊക്കെ ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. വൈസ് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ചിറക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വാർഡ് മെമ്പർ ഉൾപ്പെടെ എല്ലാവരും വന്ന് നോക്കുകയും ഇന്നലെ പത്രത്തിൽ വാർത്ത വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആരാണോ ഇത് ചെയ്തത് അവർക്ക് തക്ക ശിക്ഷ തന്നെ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇനി ഒരു പൊതുസ്ഥാപനം ഇതുപോലെ നശിപ്പിക്കാൻ പാടില്ല. ഇവിടെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് എല്ലാ വർഷവും ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ വെള്ളം പോകാനുള്ള പൈപ്പുണ്ട്. ആ പൈപ്പ് ചെയ്യുന്നതിനുള്ള പൈസ കണ്ടെത്തിയതൊക്കെ അധ്യാപകരുടെയും നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെയാണ്. ഈ പ്ലംബിങ്ങും വയറിങ്ങും ഉൾപ്പെടെ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് കൃത്യമായ ഒരു അന്വേഷണവും അതുപോലെ തന്നെ ആളിനെ കണ്ടെത്തി തക്കതായ ശിക്ഷയും ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പും ഇവിടെ മോഷണം നടന്നിട്ടുണ്ട്. സ്കൂളിലെ മുൻഭാഗത്ത് മാത്രമാണ് CCTV ഉള്ളത്. ഇത് മനസ്സിലാക്കിയ അക്രമികൾ പിൻവശത്തു കൂടിയാണ് സ്കൂളിനകത്ത് കടന്നത്. ഏതായാലും സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.